സ്റ്റുഡൻറ്റ് വൗച്ചർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വൗച്ചർ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ബില്ല് റെസീപ്റ്റിനെ നമ്മൾ വൗച്ചർ എന്ന് പറയാം. അതായത് നമ്മളൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവ്, എവിഡൻസ് ആണ് എന്ത്, വൗച്ചർ. അപ്പോൾ ഇവിടെ ടാലിയിൽ ഈ വൗച്ചർ എങ്ങനെ ഉണ്ടാക്കണം, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇതൊരു പ്രാക്ടിക്കൽ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് 10 മാർക്സിനാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ വേറെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വേറെ ഒരു ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും അധികം ഈ വൗച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു മാർക്കിന് 5 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വൗച്ചർ എന്ന് പറഞ്ഞാൽ ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് എ പ്രൂഫ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ തെളിവാണ് എന്ത്, വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് റെസീറ്റ് ഉണ്ടാവും. പർച്ചേസ് ക്യാഷ് മെമ്മോ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്തതിനുള്ള എവിഡൻസ് ആണ്. ബാങ്ക് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടി എന്ന്, അങ്ങനെ നമുക്ക് വൗച്ചേഴ്സ് ഉണ്ട്. വൗച്ചേഴ്സ് ഈസ് യൂസ്ഡ് ടു എൻ്റർ a transaction of the business on the financial statements can be prepared to describe financial position of the business. ഇനി നമുക്ക് വൗച്ചേഴ്സ് ഈസ് യൂസ്ഡ്, നമ്മൾ വൗച്ചർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ ഈ വൗച്ചർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും അതേപോലെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനും നമ്മൾ എന്ത് ഉപയോഗിക്കും, വൗച്ചർ ഉപയോഗിക്കും. കാരണം അത് ഫസ്റ്റ് എവിഡൻസ് ആണ്. ഈ വൗച്ചറാണ് ആദ്യത്തെ ഡോക്യുമെൻ്റ്, അത് എവിഡൻസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു വൗച്ചറിൻ്റെ സ്ക്രീനാണ് നമ്മളത് എൻട്രി ചെയ്യുമ്പോഴത്തെ ഒരു സ്ക്രീൻ, ഒരു ബില്ലിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവില്ലേ, അതാണ് ഈ പറയുന്നത്. ഓക്കെ, ഇതിൽ വൗച്ചർ നമ്പർ ഉണ്ടാവും, അതേപോലെ വൗച്ചറിൻ്റെ പേരുണ്ടായിരിക്കും, അതേപോലെ ഡേറ്റ് ആൻഡ് ഡേ ഉണ്ടായിരിക്കും, അതേപോലെ ജേണൽ എൻട്രി ഉണ്ടായിരിക്കും. അത് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ജേണൽ എൻട്രി എഴുതണം. പിന്നെ ബാലൻസ് ആഫ്റ്റർ റെക്കോർഡിങ് എൻട്രി, ഇങ്ങനെ ഒരു ബോക്സ് ഇട്ടിട്ട് അതെന്താണെന്ന് എഴുതാം. വൗച്ചറാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത്, ഇങ്ങനെ ഒരു ചിത്രം ഇതിലാണ് വരിക. പിന്നെ അപ്പോൾ നമ്മൾ ടു ഓർ ബൈ എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി വരും. നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് പറഞ്ഞതിന് പകരം എന്താ വരിക, ടു അല്ലെങ്കിൽ ബൈ അല്ലേ, അങ്ങനെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, F12 എന്ന് പറയുന്നൊരു ഇത് അടിച്ചു കഴിഞ്ഞാൽ വൗച്ചർ എൻട്രി ചെയ്തിട്ട് നമുക്ക് 2 ബൈ എന്ന് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യാം, ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് എഴുതാം. പിന്നെ ഇതിൽ വരുന്നത് പിന്നെ നമ്മളിത് ഡെബിറ്റ് ക്രെഡിറ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കുറേ ലിസ്റ്റ് തരും, എവിടെ ഡെബിറ്റ് ചെയ്യണം എവിടെ ക്രെഡിറ്റ് ചെയ്യണം എന്ന്. അതായത് ഒരുപാട് വൗച്ചേഴ്സ് ഉണ്ട്, അപ്പോൾ ആ സ്പെസിഫിക് വൗച്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തരും. സാധാരണ കമ്പ്യൂട്ടറിൽ അങ്ങനെയല്ലേ, നമ്മൾ സോഫ്റ്റ്വെയർ കണ്ടിട്ടില്ല. അപ്പോൾ ഏതിലൊക്കെ ഡെബിറ്റ് ചെയ്യണം ഏതിലൊക്കെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതിൽ ഏതാണെന്ന് വെച്ചാൽ ചെയ്യുക. അതായത് റെസീപ്റ്റ് വൗച്ചർ, പർച്ചേസ് ഓർ സെയിൽസ് വൗച്ചർ, അങ്ങനെ ഏതിലാണ് വേണ്ടത് വെച്ചാൽ അതിലത് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. ഇനി ഏതൊക്കെ തരത്തിലുള്ള വൗച്ചറാണുള്ളത്, കോൺട്രാ വൗച്ചർ. അപ്പോൾ ഇതിനൊക്കെ ഒരു F4 ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അടിച്ചാൽ മതി. F5 പേയ്മെൻറ്റ് വൗച്ചർ, റെസീപ്റ്റ് വൗച്ചർ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൗച്ചർ ഉണ്ട്. നമ്മളെങ്ങനെ വൗച്ചർ ക്രിയേറ്റ് ചെയ്യും, ഇത് ആദ്യത്തെ കോൺട്രാ വൗച്ചറാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന വൗച്ചറാണ് എന്ത്, കോൺട്രാ വൗച്ചർ എന്ന് പറയുന്നത്.
അതായത് ഒരു ബാങ്കിൽ നിന്ന് ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മളത് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കോൺട്രാ വൗച്ചർ. ക്യാഷ് ടു ബാങ്ക് അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. നമുക്ക് നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോൺട്രാ വൗച്ചർ. പിന്നെ ജേണൽ എൻട്രി എന്ന് നമ്മൾ വിചാരിക്കുക. പഞ്ചാബ് നാഷണൽ, നമ്മൾ ഇതിൽ ടാലീനെ സംബന്ധിച്ചോളം ജേണൽ എൻട്രി നമുക്ക് അറിഞ്ഞിരിക്കണം, അതാണ് ബേസിക്. അപ്പോൾ പഞ്ചാബ് നാഷണൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യും? ഇതാണ് ജേണൽ എൻട്രി. അതിൽ നമ്മൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ടാലിയുടെ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേജാണ് ടാലിയുടെ. അതിൽ പോയിട്ട് ഗോ ടു അക്കൗണ്ട് വൗച്ചർ എന്ന് പറയുന്ന സെക്ഷനിൽ പോവുക. എന്നിട്ട് അവിടെ ഒരു F4 സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ അത് അമർത്താം, ക്ലിക്ക് F4. അപ്പോൾ കോൺട്രാ വൗച്ചർ ഓപ്പൺ ആവും. ദെൻ ഡാറ്റ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുക. അപ്പോൾ ദെൻ ക്രെഡിറ്റ് ഡെബിറ്റ് നമ്മൾ ചെയ്ത ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് അവിടെ വരും. അപ്പോൾ അതിൽ ക്യാഷ് അക്കൗണ്ട് ലിസ്റ്റിൽ ക്യാഷ് അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. ഏത് അക്കൗണ്ടാണ് വേണ്ടത് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക. 10,000 അല്ലേ നമ്മൾ പറഞ്ഞത്, അപ്പോൾ 10,000 എൻട്രി ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഡെബിറ്റ് വരും. അടുത്ത ഡെബിറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ സെലക്ട് ചെയ്യാൻ വരുമ്പോൾ സെലക്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് സെലക്ട് ചെയ്യുക. അതേപോലെ നരേഷന് വേണമെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൺട്രാ വൗച്ചർ കാണാൻ സാധിക്കും സ്ക്രീനിൽ. മനസ്സിലായി? ഇതെങ്ങനെയാണ് കോൺട്രാ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്? സാധാരണ ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലൊരു എക്സാമ്പിളാണ് കോൺട്രാ വൗച്ചർ. അതേപോലെ പേയ്മെൻറ്റ് വൗച്ചർ ആണെന്ന് വിചാരിക്കുക. പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ട്രാൻസാക്ഷൻ എല്ലാ പേയ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യുന്നതാണ് പേയ്മെൻറ്റ് വൗച്ചർ. അതും ഇതേപോലെ ഒരു ജേണൽ എൻട്രി ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഗേറ്റ് വേയിൽ പോവുക. ഓരോന്നിനും ഞാൻ പറഞ്ഞില്ല, ഒരു പാസ്വേഡ് ഉണ്ട്. അതായത് F5 F2 എന്നൊക്കെ പറഞ്ഞില്ല, അതടിക്കുക. അപ്പോൾ നമുക്ക് ഓരോരോ പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ പേയ്മെൻ്റ് ആകുമ്പോൾ സീരിയൽ നമ്പർ 1 എന്ന് പറയും. എന്നിട്ട് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഡെബിറ്റ് വരും, അതിലെന്താണെന്ന് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക. പിന്നെ ക്രെഡിറ്റ് വരും. അപ്പോൾ അതിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊടുത്തു, 2000 പ്രസ് ചെയ്തു, അടിച്ചു കൊടുക്കുക, നരേഷൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് വൗച്ചർ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ വൗച്ചറിൻ്റെയും ക്രിയേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരേ രീതിയാണ്. എവിടേക്ക് പോവുക? ഫസ്റ്റ് ഗേറ്റ് വേയിലേക്ക് പോവുക. എന്നിട്ട് നമ്മുടെ ഇതടിക്കുക, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ആദ്യം ഡെബിറ്റ് വരും. അപ്പോൾ ഡെബിറ്റിൽ എന്താ വെച്ചാൽ അടിച്ചു കൊടുക്കുക, ക്രെഡിറ്റ് വരും, ക്രെഡിറ്റിൽ എന്താണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക. അതാണ് മെയിനായിട്ടുള്ള കോമൺ പ്രോസസ്സ് വരുന്നത്. ഓക്കെ, വൗച്ചർ എന്താ അല്ലേ, ടൈപ്സ് ഓഫ് വൗച്ചർ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം.